കണ്ണൂരിലെ കലാസാഹിത്യ സാംസ്കാരിക സംഘടനയായ കലാഗൃഹത്തിന്റെ 9ാം വാർഷികാഘോഷവും വിവിധ വ്യക്തികൾക്കുള്ള പുരസ്കാര വിതരണവും ജൂലൈ 12-ന് മഹാത്മാ മന്ദിരത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 12-ന് രാവിലെ 10 മണിക്ക് കലാഗൃഹം രക്ഷാധികാരി മോഹൻദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് നടക്കുന്ന സമാപന സമ്മേളനം ചലച്ചിത്രഗാന സംവിധായകനും രചയിതാവുമായ ദർശൻ രാമൻ ഉദ്ഘാടനം ചെയ്യും. കലാരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ വിശിഷ്ടാതിഥിയാകുമെന്നും ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കണ്ണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വളരെ പ്രസിദ്ധമായൊരു കലാ സാഹിത്യ സാംസ്കാരിക സംഘടനയാണ് നടന കലാഗ്രഹം. നിരവധി പ്രവർത്തനങ്ങൾ ഇതിനകം കാഴ്ചവെച്ച നടന കലാഗ്രഹത്തിന്റെ 9ാം വാർഷികം ഇപ്രാവശ്യം വളരെ വിപുലമായിട്ട് ആഘോഷിക്കാനാണ് തീരുമാനിച്ചത്. അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ദൃശ്യ പത്രമാധ്യമങ്ങളിൽ വേണ്ട രീതിയിൽ നൽകാൻ വേണ്ടിയാണ് ഈ പത്രസമ്മേളനം നടക്കുന്നത്. ഇപ്രാവശ്യത്തെ സമ്മേളനം കലാഗൃഹത്തിന്റെ വാർഷിക സമ്മേളനം നടക്കുന്നത് കണ്ണൂർ മഹാത്മാ മന്ദിരത്തിലാണ്. ജൂലൈ 12 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് മഹാത്മാ മന്ദിരത്തിലുള്ള ചടങ്ങിൽ KN രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. കലാഗൃഹം രക്ഷാധികാരി ശ്രീ മോഹൻദാസ് ഉദ്ഘാടന കർമ്മവും നിർവഹിക്കും. അജയ് കുമാർ കരിയാൽ, ജമാൽ കണ്ണൂർ സിറ്റി എന്നിവർ ആശംസ അർപ്പിക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഉച്ചയ്ക്ക് ശേഷമാണ് സമാപന സമ്മേളനം നടക്കുന്നത്. ഈ സമാപന സമ്മേളനത്തിൽ പ്രശസ്ത ചലച്ചിത്രഗാന സംഗീത സംവിധായകനും രചയിതാവുമായ ദർശൻ രാമനാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ചടങ്ങിൽ സംഗീതരത്നം ശ്രീ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ വിശിഷ്ടാതിഥിയായിരിക്കും. നാട്യശ്രീ കവിതാ ജയൻ അധ്യക്ഷത വഹിക്കും. ഗീതാ ദർശൻ രാമൻ നടന കലാഗ്രഹത്തെക്കുറിച്ചുള്ള അതിലൂടെ ഒരു സഞ്ചാരം എന്നൊരു പ്രോഗ്രാം അവതരിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ KN രാധാകൃഷ്ണൻ, നാട്യശ്രീ കവിതാ ജയൻ, ജമാൽ കണ്ണൂർ സിറ്റി, K ശ്രീജിത്ത്, റീത്ത രമേശ് എന്നിവർ പങ്കെടുത്തു.